നമസ്കാരം. വ്യത്യസ്തമായ രുചികളും രുചിക്കൂട്ടുകളും അവ അന്വേഷിച്ച് മലയാളികൾ എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങനെ പോകാറുണ്ട്. കാരണം കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് രുചിക്കൂട്ടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ശുദ്ധമായ ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് ഏതൊരു മലയാളിയുടെയും സ്വപ്നമായി മാറുമ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഏറെ പ്രശസ്തമായ ഒരു റെസ്റ്റോറൻറ്റ് നമ്മുടെ പാലായിലുണ്ട്. ടേക്ക് ആൻഡ് ടേസ്റ്റ് റെസ്റ്റോറൻറ്റ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പാല അൽഫോൻസ ഐ ഹോസ്പിറ്റലിന് സമീപത്ത് തന്നെയാണ്. ശുദ്ധമായ ഭക്ഷണം ശുദ്ധമായ രീതിയിൽ കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജീവേട്ടൻ്റെ കട. അപ്പോൾ ആ രുചി ലോകത്തെ കാവൽക്കാരനെയും ആ രുചിയുടെ വിശേഷങ്ങളും അറിയണ്ടേ? നല്ല കിടുക്കാച്ചി ബീഫ് ഫ്രൈയുടെ മണം വരുന്നുണ്ട്. ബാ വേഗം വരും. ടേക്ക് ആൻഡ് ടേസ്റ്റ് റെസ്റ്റോറൻറ്റിലെ ഞാനിങ്ങനെ വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് ഒരു അച്ഛനും മക്കളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നു. സാറേ നമസ്കാരമുണ്ട്. എന്താ പേര്? പേര് സെബി. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? കുഴപ്പമില്ല, മുഖത്തെ സന്തോഷം കാണുമ്പോൾ അറിയാമല്ലോ. അതാണ് പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ മനസ്സിലായി. എന്നെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ഒരു ഫുഡ് കഴിച്ചാൽ അത് ഇഷ്ടമില്ലാവുന്ന പിറ്റേ ദിവസം വയറ് ഡിസ്റ്റർബ് ആവും. ശരി. പക്ഷെ ഇവിടെ നിന്ന് കഴിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഒരു വിഷയമില്ല. വീട്ടിലെ പ്രശ്നമില്ലല്ലോ. വീട്ടിലും പ്രശ്നമില്ല. അതെ, ഇവരും ഹാപ്പിയാണ്. കാരണം ഇവരൊക്കെ അതുകൊണ്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞ് വരുന്നതാണ്. ശരി. പേര് പറഞ്ഞല്ലോ. മീര. എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ഫുഡാണ്. ഞങ്ങൾ ഇവിടെ മാത്രമേ വരുള്ളൂ. പാലായിൽ ഇപ്പം വരുവാണെങ്കിൽ ഇവിടെ മാത്രമേ വരാറുള്ളൂ. ഇവിടുത്തെ ഫുഡാണ് ഏറ്റവും ഇഷ്ടം. ഇവിടെ ഒരു അഡിക്ഷനാണ്. ഇടയ്ക്കൊക്കെ നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിക്കും. ആ ബുദ്ധിമുട്ട് നമ്മുടെ രാജീവേട്ടന് സന്തോഷത്തോടെ. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും വലിയൊരു കാര്യം കൊണ്ട് ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ തുക ചിലവില്ലാതെ തുച്ഛമായ തുകയ്ക്ക് ഒരു സംതൃപ്തമായ ഭക്ഷണം, പോക്കറ്റ് കാലിയാകാതെ ബഡ്ജറ്റ് കാലിയാകാതെ അടിപൊളി ഭക്ഷണം അത് കഴിക്കാൻ പറ്റും. സംതൃപ്തമായ കുടുംബം. ആ വാല്യുബിൾ കമന്റിന് പ്രത്യേകം നന്ദി. താങ്ക് യു. ഫുഡ് നല്ലതാണ്. ഭക്ഷണമായിട്ട് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. പാലക്കാട് ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു ഫുഡ് സ്പോട്ടാണ് ഇത്. പേര് പറയുന്ന പോലെ ടേക്ക് ആൻഡ് വേ. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് ഭക്ഷണം പാഴ്സൽ എടുത്തുകൊണ്ട് പോകുന്ന, വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്ന ഒരു അനുഭവമാണ് കൂടുതലുള്ളത്. അതുപോലെ ഇവിടെ വന്ന് കഴിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു കൂട്ടം ടീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്. പല ട്രെയിനിങ്ങിന് വന്ന കുറച്ചധികം ടീച്ചേഴ്സാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ ഉണ്ട്. എല്ലാവരുടെയും ഫേവറേറ്റ് സ്ഥലമാണ്. നല്ല ഫുഡാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല ആംബിയൻസ്, ടേസ്റ്റി ഫുഡ്, അഫോർഡബിൾ പ്രൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ഞാനും എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്. അടിപൊളി ഫുഡാണ്. ഇവിടുത്തെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഏറ്റവും സൂപ്പർബാണ്. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. അഫോർഡബിൾ പ്രൈസുമാണ്, ഹൈജീനിക്കുമാണ്. ഞങ്ങൾ പലപ്പോഴും ഫ്രണ്ട്സ് ഒരുമിച്ച് ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ തൊട്ട് പുറകിൽ ബി.എഡ് കോളേജ് ഉണ്ട്. നേരത്തെ ഈ കട ബി.എഡ് കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇപ്പോൾ ചേട്ടൻ ഇച്ചിരി കൂടെ അകത്തോട്ട് കയറ്റി. എന്നാലും നമ്മൾ അന്ന് വന്ന ഒരു ഓർമ്മ വെച്ച് ഇപ്പോഴും ഇവിടെ വരാറുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള കടയാണ്. വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഫുഡ് നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. വി ആർ സോ ഹാപ്പി ടു ബി ഹിയർ. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ടൊയോട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും ഊണ് കഴിക്കാൻ ഇവിടെ വരുന്നത്. നല്ല ഫുഡാണ്, നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട്. ടേക്ക് ആൻഡ് ടേസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ രുചിക്കൂട്ടിൻ്റെ കാവൽക്കാരൻ പ്രിയപ്പെട്ട നമ്മുടെ രാജീവേട്ടൻ. രാജീവേട്ടു നമസ്കാരം. എന്നാ ഉണ്ടെന്ന് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെ വെറൈറ്റി ഫുഡുകളാണ് നമ്മളിവിടെ ഉള്ളത്? നമ്മുടെ മെയിനായിട്ട് പോർക്കാണ്. നമ്മുടെ പാല ടൈപ്പ് പോർക്കാണ്. 5-6 ഐറ്റങ്ങളുണ്ട്. പിന്നെ ബീഫിൻ്റെ ഉണ്ട്, പോർക്ക് ചിക്കൻ ഉണ്ട്, പിന്നെ ബിരിയാണി ഐറ്റങ്ങൾ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, കപ്പ ഐറ്റങ്ങൾ, കപ്പ ബിരിയാണി,
നല്ല ഫാമിലിയൊക്കെ കൂടുതലും ഇഷ്ടപ്പെടുന്നു. പറഞ്ഞോ, ബാക്കിയുടെ കേൾക്കട്ടെ, എല്ലാം കേൾക്കട്ടെ. പൊറോട്ട, കൊത്ത് പൊറോട്ട, കിഴി പൊറോട്ട, നൂൽ പൊറോട്ട ഐറ്റങ്ങൾ. പിന്നെ ഉച്ചയ്ക്ക് വന്നപ്പോൾ ഇവിടെ നല്ല കിടുക്കാച്ചി ബിരിയാണിയുടെ മണം നന്നായിട്ട് ഞാൻ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ദം ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത്. ശരി. ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഐറ്റം ഏതാണ്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബിരിയാണിയാണ്. ആണ്. ഫാമിലിയൊക്കെ വരുമ്പോൾ കൂടുതലും ബിരിയാണി, പിന്നെ എല്ലാം വെറൈറ്റി എല്ലാ ഐറ്റങ്ങളും ആൾക്കാർ മേടിച്ച് നോക്കാറുണ്ട്. ശരി. കഴിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ രാജീവേട്ടൻ ഈ സിമ്പിൾസിറ്റി ഭയങ്കരമായിട്ട് ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലേ? കാര്യം നിങ്ങൾ സിമ്പിളായൊരു മനുഷ്യനാണ്. ഒരു ആ പേരിൽ തന്നെയുണ്ട്, ടേക്ക് ആൻഡ് ടേസ്റ്റ്. നിങ്ങൾ വന്ന് രുചിച്ച് നോക്കൂ എന്നിട്ട് എടുക്കുക. എന്താ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വരാൻ കാരണം? അപ്പം എന്താണെന്ന് അറിഞ്ഞിട്ട് ആൾക്കാർക്ക് എടുക്കാൻ താല്പര്യം. ഇന്ന് കസ്റ്റമർക്ക് ഇഷ്ടം എന്താണോ അത് നോക്കിയിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അടുത്ത ഐറ്റം എടുക്കാനുള്ള ഉണ്ട്. അടുത്ത ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എല്ലാവരും ഇങ്ങോട്ട് വരരുത്, അല്ല എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അടിപൊളി കിടുക്കാച്ചി ടേസ്റ്റാണ്. നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റ് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ എന്താണ്? പറഞ്ഞ പോർക്കാണ് നമുക്ക് വേറൊരു കടയിൽ തന്നെ പാലയിൽ അങ്ങനെ കിട്ടാറില്ല. നമ്മളിപ്പോൾ 4-5 സൈസ് പോർക്ക് ഐറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. ശരി. ഹോം ഡെലിവറി സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഹോം ഡെലിവറി ഇല്ല, സ്വിഗ്ഗി ടൊമാറ്റോ വഴിയുള്ളതേ ഉള്ളൂ. എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ മറ്റെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഐറ്റംസ്? പിന്നെ അംബിഷൻ, പിന്നെയും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? മുമ്പ് എന്നോട് പറഞ്ഞോളൂ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു വില്ലൻ ലുക്കില്ലേ താങ്കൾക്കൊരു സിനിമയിലൊരു ചാൻസ് വന്നാലോ? അതൊന്നും വേണ്ട മാഷേ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോയാൽ മതി. അപ്പോൾ ഇതിന് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കസ്റ്റമറുടെ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ. അതെ, കസ്റ്റമറാണ് നമ്മുടെ രാജാവ്. അവർ കഴിച്ചിട്ട് വന്ന് നല്ല ഫുഡായിരുന്നു പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സംതൃപ്തി. നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സാണ് വരുന്നത്. കൂടുതലും 90%. പിന്നെ ഇതിൽ പറഞ്ഞറിഞ്ഞ് വരുന്ന 10% കസ്റ്റമർ കൂടി വരുന്നേ ഉള്ളൂ. ശരി. അപ്പോൾ നമുക്ക് മനോഹരമായ ഒരു ആംബിയൻസ്, ഇങ്ങനെ ഒരു സങ്കല്പം എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്? ശരിക്കും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ്. അത് നമ്മൾ നടപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ദൈവികമായ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. താങ്കളുടെ മുഖത്തും അത് ശരിക്കും ഞാൻ പറയാം, അതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനും. തീർച്ചയായും അദ്ദേഹം തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നടത്തുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പോകുന്നത് ദൈവം വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ശരിക്കും ആ പേര് ടേക്ക് ആൻഡ് ടേസ്റ്റ് എനിക്കൊന്ന് കേരളത്തിൽ മറ്റൊരു റെസ്റ്റോറൻറ്റുകൾക്കും അങ്ങനെയില്ല. അങ്ങനെ ഒരു പേര് മനസ്സിലേക്ക് വന്നത് ദൈവിക സാന്നിധ്യം തന്നെയായിരിക്കും അല്ലേ? പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെറൈറ്റി ടേസ്റ്റുകളാണ്. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന അവരുടെ ആ ഒരു കഴിവ്, താങ്കളുടെ ആ ഒരു ക്രിയേഷൻ, ഇതെല്ലാം കൂടെ ചേർന്നായിരിക്കുമോ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്? ഞാനും എൻ്റെ പിള്ളേർ ഇവിടുന്ന് കഴിക്കുന്നു, എൻ്റെ സ്റ്റാഫ് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു. അപ്പം നല്ലതുണ്ടാക്കുക, വരുന്നവർക്ക് അത് തന്നെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എന്താണ്? ജ്യൂസ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടോ? ജ്യൂസ് ഐറ്റം ഉണ്ട്. അതൊക്കെ ഇങ്ങോട്ട് പറ. ജ്യൂസ് ഐറ്റങ്ങളുണ്ട്. കുട്ടികളൊക്കെ ഇപ്പോൾ കൂടുതലും വന്നു കഴിയുമ്പം എന്തെങ്കിലും നൂഡിൽസ് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് കൂടുതലും. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. പിന്നെ നമ്മൾ കളറ് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല. ശുദ്ധമായ ഭക്ഷണം ശുദ്ധമായ രീതിയിൽ കൊടുക്കുക, അതാണ് നമ്മുടെ രാജീവേട്ടൻ്റെ ഒരു മുഖമുദ്ര. അതാണ് പല ആളുകൾ പറയുന്നത്, അതാണ് ശുദ്ധമായ ഭക്ഷണം നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു അതിനേക്കാട്ടിലും രുചികരമായി താങ്കളെ കൊടുക്കുന്നു എന്നാണ് ആളുകളുടെ ഒരു പ്രതികരണം. അതേക്കുറിച്ച് എങ്ങനെ തോന്നുന്നു? ഞാൻ പറഞ്ഞില്ല, കസ്റ്റമർ കഴിച്ചേച്ച് വന്ന് നല്ല ഫുഡായിരുന്നു പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം. അതിൽ ഒരു 8-10 പേര് ഏറ്റവും കുറഞ്ഞത് പുതിയതായിട്ട് വരുന്നവർ പ്രത്യേകിച്ചും. ഇപ്പോൾ എത്ര നാളായി നമ്മളിത് തുടങ്ങിയിട്ട്? ഇവിടെ ഞാൻ തുടങ്ങിയിട്ട് 3.5 വർഷമായി. അപ്പം വളരെ സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷം. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കസ്റ്റമർ പോകുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കുറേ തിരക്കിലാണ്. ഇനിയും താങ്കൾക്ക് ഒരുപാട് ഉയരങ്ങളിലെത്തുവാൻ ഇതുപോലുള്ള ശുദ്ധമായ ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് മലയാളികൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവർ എത്ര കിലോമീറ്റർ വേണമെങ്കിലും പോകും, പക്ഷേ ശുദ്ധമായിരിക്കണം, മായവും കലർപ്പൊന്നും ഉണ്ടാവരുത്. അതാണ് താങ്കളുടെ മുഖമുദ്ര. മായമില്ല, കലർപ്പില്ല. താങ്കളെപ്പോലെ തന്നെ പരിശുദ്ധമായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നു. അതിന് ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നന്ദി. അപ്പോൾ മലയാളികളുടെ ഇഷ്ട വിഭവങ്ങൾ ഓരോന്നും, പാലായുടെ സ്പെഷ്യൽ വിഭവങ്ങൾ ഓരോന്നും നിരനിരയായി അങ്ങനെ തീന്മേശയിൽ നിരത്തുന്ന ടേക്ക് ആൻഡ് ടേസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട രാജീവേട്ടനൊപ്പം ഞാൻ പങ്കുവച്ചത്. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ പ്രിയപ്പെട്ട രാജീവേട്ടനും ക്യാമറാമാൻ റിജോയ് പറവൂറിനും എൻറ്റയർ മീഡിയ ടീമിനൊപ്പം രുചി ലോകത്തു നിന്നും സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.